ബാങ്കിങ്ങിന്റെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിലവിൽ ടെക്നിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്ന 9ാമത്തെ മോഡ്യൂൾ പഠിച്ചു. ഓക്കെ, അതിൽ നമ്മൾ മൊബൈൽ ബാങ്കിങ്ങിനെ പറ്റിയും ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ പറ്റിയും ക്യാഷ്ലെസ് പേയ്മെന്റ്, ക്യാഷ്ലെസ് എക്കണോമി, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും നമുക്കൊരു വളച്ച് തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, അല്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കാനുള്ളത്. ഡേറ്റും വർഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അബ്രിവേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലെസൺസിൽ അല്ലെങ്കിൽ ആ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ. എന്താ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ? UPI എന്ന് നമ്മൾ പറയും. ഈ UPIയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്താ അതിന്റെ പ്രത്യേകത? UPI എന്താണ് അതിന്റെ പ്രത്യേകത? ഫണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എന്തിൽ കൂടെയാണ്? മൊബൈൽ ഫോണിലൂടെ, അല്ലെ? മൊബൈൽ ഫോണിലൂടെ ഫണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ, ഇല്ലേ, ഫണ്ട് ട്രാൻസാക്ഷൻസ് ത്രൂ മൊബൈൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ആ സർവീസിനെയാണ് നമ്മൾ UPI എന്ന് പറയുന്നത്. UPI എന്ന് പറയുന്ന ഒരു ബാങ്കിങ് ആണ്, ഇല്ലേ, മൊബൈൽ ബാങ്കിങ് ആണ്. ആ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എല്ലാം ഒരേപോലെ ഇരിക്കും, ഇയർ മാത്രമേ വ്യത്യാസമുള്ളൂ, ഇല്ലേ? 11/4/16, 11/4/2017, 11/4/2015, 11/4/2019. അതായത് April 11. ഇയേഴ്സ് എല്ലാം വ്യത്യസ്തം, അല്ലേ? മാസവും ഡേറ്റും ഒന്ന് തന്നെ. എന്നാണ് April 11, 2016, 2016 യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, അടുത്തത്. Dash is a fund transfer system where transfer of money take place one bank account to another on a real time and gross basis. അതായത് റിയൽ ടൈമിലും, അതായത് അയക്കുന്ന അതേ സമയത്ത് തന്നെയും ഗ്രോസ് ബേസിസിലും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നോളജിയെ വിളിക്കുന്ന പേരെന്താണ്? UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് RTGS, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ NEFT, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം IMPS. ഇതിലേതാണ് റിയൽ ടൈം ബേസിസ്? നമുക്കറിയാം ഈ 4 സംവിധാനവും എന്താ? ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ്. ഈ 3 എന്താണ്? ബാങ്കിങ്ങിന്റെ ഭാഗവും UPI എന്ന് പറയുന്നത് ബാങ്കിങ്ങിന്റെ ഭാഗവുമാണ്. ഇതിൽ റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതാണ്? നമ്മൾ അയക്കുന്ന അതേ സമയത്ത് തന്നെ റിയൽ ടൈം ആയിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എന്താ? ഇതിന്റെ ഫുൾ ഫോം തന്നെ അങ്ങനെയല്ലേ? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഏതാണ്? RTGS-ന് ഒരു മിനിമം ലിമിറ്റ് ഉണ്ടല്ലോ. എത്രയാണ്? 2 ലക്ഷം രൂപ. മാക്സിമം ലിമിറ്റ് ഉണ്ടോ? മാക്സിമം ലിമിറ്റ് ഇല്ല. ക്ലിയർ ആയി? ഓക്കെ, അടുത്തത്. RBI സ്റ്റാർട്ടഡ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സർവീസസ് ഇൻ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സർവീസസ് ഇൻ ഡാഷ്. RBI എന്നു മുതലാണ് NEFT എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്ന് മുതലാണ്? ഓഗസ്റ്റ് 14 നവംബർ 15 ഓഗസ്റ്റ് 4 നവംബർ 5 സെപ്റ്റംബർ 3 ഒക്ടോബർ 3? നോക്കിയേ, ഓഗസ്റ്റ് 2004, നവംബർ 2005, സെപ്റ്റംബർ 2003, ഒക്ടോബർ 2003 എന്നാണ്. നവംബർ 2005 NEFT സംവിധാനം വരുന്നത്. അത് ഗ്രോസ് സെറ്റിൽമെന്റ് അല്ല, അത് റിയൽ ടൈം അല്ല, അതെന്താണ്? ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ് ആണ്. അതായത് അയച്ച് ഏകദേശം കുറഞ്ഞതൊരു 30 മിനിറ്റ്, മാക്സിമം ഒരു 2 മണിക്കൂർ കൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് റിസീവറിലേക്ക് എത്തുള്ളൂ. NEFTയുടെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1 രൂപയിൽ താഴെ, അല്ലെ? സ്മോൾ എമൗണ്ട് വരെ അയക്കാം, മാക്സിമം ലിമിറ്റ് ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ NEFT സംവിധാനം നവംബർ 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ക്ലിയർ ആയി. അപ്പൊ നോക്കിയേ, UPI വന്നത് 2016 റിയൽ ടൈം ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് RTGS. NEFT RBI കൊണ്ടുവന്ന വർഷം 2005 നവംബർ. Which is the card that took like any other plastic cards or ATM cards with IC chips? അതായത് IC ചിപ്പോട് കൂടിയ പ്ലാസ്റ്റിക് കാർഡ് അല്ലെങ്കിൽ ATM കാർഡിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസ്റ്റിക് കാർഡ് എന്നാണോ, സ്മാർട്ട് കാർഡ് എന്നാണോ, ബാങ്ക് ഗിഫ്റ്റ് കാർഡ് എന്നാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ? IC ചിപ്പോട് കൂടിയ പ്ലാസ്റ്റിക് ഓർ ATM, അതായത് ഡെബിറ്റ് കാർഡ്. പ്ലാസ്റ്റിക് കാർഡിനെ നമ്മൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡിനെയും നമ്മൾ പ്ലാസ്റ്റിക് കാർഡ് എന്നാണ് വിളിക്കുന്നത്. ഓർ ATM കാർഡിനെ നമ്മൾ വിളിക്കുന്ന ഡെബിറ്റ് കാർഡാണ്. അത് IC ചിപ്പോട് കൂടിയതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്മാർട്ട് കാർഡ്. എന്തെന്ന് വിളിക്കുന്നു? സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കുന്നു. ഡാഷ് അഡോപ്റ്റ് ദ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, കനറ ബാങ്ക് ആണ്, യൂണിയൻ ബാങ്ക് ആണോ? ക്രെഡിറ്റ് കാർഡ് സംവിധാനം ക്രെഡിറ്റ് കാർഡ് സംവിധാനം കൊണ്ടുവന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ ഡെബിറ്റ് കാർഡ് സംവിധാനം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ്? സിറ്റി ബാങ്ക് കേട്ടോ. ഡെബിറ്റ് കാർഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് സിറ്റി ബാങ്കും ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് ഓർത്തോളുക, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. CBI എന്നൊക്കെ പറയൂലേ, നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒരാള്. സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നബാർഡ് അല്ലെ. സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് സ്കീം നബാർഡിന്റെ ക്രെഡിറ്റ് കാർഡാണ്. ഈ സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 8ാമത്തെ ചാപ്റ്റർ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് സ്കീം പ്രകാരം ഒരു സ്മോൾ എന്റർപ്രൈസസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുന്ന ഏറ്റവും മാക്സിമം ലോൺ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 25,000 രൂപ അല്ലെ. അവിടെ നമ്മൾ ഈ സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് വന്ന വർഷം പഠിച്ചു അല്ലെ. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നബാർഡ് ഇൻ 2001, 2002, 2003 ആൻഡ് 2004. എന്നാണ് മക്കളെ? 2003. ഓക്കെ, സ്വരാസ്കാർ ക്രെഡിറ്റ് കാർഡ് സ്കീം RBI ആണ് കൊണ്ടുവന്നത്. അതെന്ന് കൊണ്ടുവന്നു? 2003 കൊണ്ടുവന്നു. യൂണിയൻ പേ ഡെബിറ്റ് കാർഡ് ഈസ് കണക്ഷൻ വിത്ത്, അതായത് ഒരു ഡെബിറ്റ് കാർഡാണ് ഇല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഡെബിറ്റ് കാർഡുകളൊക്കെ എന്താ? റുപ്പേ കാർഡ്. അതായത് റുപ്പേ കാർഡ് എന്ന് പറഞ്ഞാൽ അത് ഡൊമസ്റ്റിക് കാർഡാണ്. നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ സ്വന്തം ഡെബിറ്റ് കാർഡാണ് എന്ത്? റുപ്പേ കാർഡ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മാസ്റ്റർ, മാസ്ട്രോ, വിസ ഇതൊക്കെ മറ്റേതോ രാജ്യങ്ങളുടെ കാർഡുകളായിരുന്നു ഇല്ലേ. അവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു കാർഡ് ചോദിച്ചു നോക്കണാണ്. യൂണിയൻ പേ ഡെബിറ്റ് കാർഡ് ഈസ് കണക്ഷൻ വിത്ത്, അതായത് യൂണിയൻ പേ ഡെബിറ്റ് കാർഡ് ആരുടെ സൃഷ്ടിയാണ്? അത് ഏത് രാജ്യത്തിന്റെ ഡെബിറ്റ് കാർഡാണ്? ചൈന, ജർമ്മനി, റഷ്യ. നൺ ഓഫ് ദീസ്. ആരുടെയാണ്? ചൈന കേട്ടോ. യൂണിയൻ പേ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ആരുടെയാണ്? ചൈനയുടെ ഡെബിറ്റ് കാർഡാണ് കേട്ടോ. ചൈന ഡെവലപ്പ് ചെയ്തെടുത്ത ഡെബിറ്റ് കാർഡാണ്. എ മെത്തേഡ് ഓഫ് ബാങ്കിങ് in which the customer conduct transaction electronically by internet is known as, അതായത് ഒരു കസ്റ്റമർ അവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, കസ്റ്റമർക്ക് ബാങ്ക് അവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയാണ് എങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സർവീസസുകളെ വിളിക്കുന്ന പേര് ഇ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, സൈബർ ബാങ്കിങ്. നൺ ഓഫ് ദീസ്. ഇന്റർനെറ്റ് വഴി ബാങ്കിങ് സർവീസസുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിനെ ഇ ബാങ്കിങ് എന്നും, മൊബൈൽ ഫോണിലൂടെയാണ് ഇന്റർനെറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എം ബാങ്കിങ് എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെയാണ് ഓൺലൈൻ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് ഓൺലൈൻ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ബാങ്കിങ് സർവീസസുകൾ അവൈലബിൾ ആകുന്നതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ്. എന്നാൽ മൊബൈൽ ഫോണിലൂടെ ആണെങ്കിൽ അത് എന്താവും? എം ബാങ്കിങ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വളരെ സിമ്പിൾ ആണ് ഇത്. ചില നമുക്ക് ആ തിയറി വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. കൂടുതലും അതിൻ്റെ അകത്ത് ഡേറ്റുകളും കാര്യങ്ങളും ആണ്. അപ്പം ഒരു പ്രാവശ്യം ഒന്നും വായിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് മനസ്സിൽ പതിയണമെന്നില്ല. 1-2 പ്രാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചിരുന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ വരും കേട്ടോ.
അപ്പൊ നോക്കിയേ, ഡാഷ് ഫെസിലിറ്റേറ്റ് secure electronic communication and data exchange between people, system and device online. അതായത് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പീപ്പിൾ, സിസ്റ്റം ആൻഡ് ഡിവൈസ്, അതായത് പീപ്പിൾസിലേക്കോ സിസ്റ്റം ആൻഡ് ഡിവൈസസിലേക്കോ ഓൺലൈനായിട്ട് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഫെസിലിറ്റി എന്താണ്? അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും രീതിയിലുള്ള ഡേറ്റാസോ ഒരാളിൽ നിന്നോ മറ്റൊരാളിലേക്ക്, അത് വ്യക്തികളിലേക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റത്തിലേക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിലേക്കായിക്കോട്ടെ, ഇങ്ങനെ വളരെ സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, മൊബൈൽ സർട്ടിഫിക്കറ്റ്, പേപ്പർ സർട്ടിഫിക്കറ്റ്, നൺ ഓഫ് ദീസ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്താ? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. അത് നമുക്കറിയാലോ, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വാല്യുബിൾസ്, ഡോക്യുമെന്റ്സ്, ഇതൊക്കെ നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാം. മനസ്സിലാവും? നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ഫയലില്ലാത്താക്കി കൊണ്ടുപോകുന്നു, എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നു, അങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിലപ്പെട്ട വാല്യുബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സുകളായിട്ട് അതിനെ എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. മനസ്സിലായല്ലോ? അങ്ങനെ ഇലക്ട്രോണിക്കലി ഏതെങ്കിലും ഒരു ഡേറ്റയോ ഇൻഫർമേഷൻസോ ഇലക്ട്രോണിക്കലി ഒരു പീപ്പിൾസിലേക്കോ അല്ലെങ്കിൽ ഒരു സിസ്റ്റംസോ ഡിവൈസോ വഴി സെൻഡ് ചെയ്യുന്ന ആ മെത്തേഡ്സിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്? ഇത് RBI ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് CTS ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. അതായത് RBI ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് CTS സംവിധാനം ആദ്യമായിട്ട് RBI ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഇൻ ന്യൂഡൽഹി. ഫ്രം ന്യൂഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണില് ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റം, അതല്ലേ CTS എന്ന് പറയുന്ന സംവിധാനം ആദ്യമായിട്ട് RBI ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ജാനുവരി 1, 2008, ഫെബ്രുവരി 1, 2008, മാർച്ച് 1, 2008, ഏപ്രിൽ 1, 2008. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, വർഷം എന്തായാലും 2008. ഇനി അതിന്റെ മാസവും ഡേറ്റും മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ്? ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റം ഈ ന്യൂഡൽഹിയിൽ RBI ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തത് ഫെബ്രുവരി 1, 2008 എന്നാണ്. ഫെബ്രുവരി 1, 2008. Positive pay system for check truncation has been implemented in Dash for increased security of high value check. എന്താ ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത്? ഹൈ വാല്യൂ ചെക്കുകളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, പ്രോപ്പർ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഹൈ വാല്യൂ ചെക്കുകൾ ക്ലിയർ ചെയ്യുന്നതിന്, ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം എന്നു മുതലാണ് ഈ ഹൈ വാല്യൂ ചെക്കുകളിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ്. പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചെക്കിന്മേലുള്ള തിരുത്തലുകൾ, ചില രീതിയിലുള്ള ഓൾട്ടറേഷൻസുകളൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പം 50,000 രൂപയിൽ മേലെയുള്ള ചെക്കുകളെ നിർബന്ധമായിട്ടും, അതായത് 50,000 രൂപയിൽ മേലെ ക്ലിയർ ചെയ്യുന്ന ചെക്കുകളെ നിർബന്ധമായിട്ടും ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ സംവിധാനത്തിലൂടെ ഒരു രീതിയിലുള്ള ഓൾട്ടറേഷൻസും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ CTS സംവിധാനത്തിലൂടെ ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റത്തിലൂടെ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഓൾട്ടറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന സംവിധാനമാണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. എത്ര രൂപ മുതലുള്ള? 50,000 രൂപയിൽ മേലെയുള്ള ചെക്കുകൾ. ഓക്കെ, 2 ലക്ഷം രൂപയിൽ മേലെയുള്ള ചെക്കുകളെ നിർബന്ധമായിട്ടും പോസിറ്റീവ് പേ സിസ്റ്റത്തിലൂടെ മാത്രമേ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്നു മുതലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. ജാനുവരി 1, 2001, മാർച്ച് 1, 2021, ഫെബ്രുവരി 1, 2021, ഏപ്രിൽ 1, 2021. ഓക്കെ,
2021 ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. അതിനി ജനുവരി 1 ആണോ, മാർച്ച് 1 ആണോ, ഫെബ്രുവരി 1 ആണോ, ഏപ്രിൽ 1 ആണോ എന്നൊന്ന് അറിഞ്ഞാൽ മതി. എന്നാണ് ജാനുവരി 1, 2021. നോക്കിയേ, 21 ആണ്, റീസെന്റ് ആയിട്ട് വന്ന കാര്യമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. ഓക്കെ, ചെക്കുകളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പോസിറ്റീവ് പേ സിസ്റ്റം, അതായത് ഓൾട്ടറേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് മെയിൻ ഉദ്ദേശം അതിന്റെ. മനസ്സിലായില്ല? ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ അതിന്മേൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. 50,000 രൂപയിൽ മേലെയുള്ള ചെക്കുകൾ പോസിറ്റീവ് പേ സിസ്റ്റത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നു. എന്നാൽ 2 ലക്ഷം രൂപയും അതിന് മേലുള്ള ചെക്കുകൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ടും പോസിറ്റീവ് പേ സിസ്റ്റത്തിലൂടെ മാത്രമേ ചെക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. 2021 ജാനുവരി 1 ഈ സംവിധാനം വന്നത്. അപ്പം ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റം CTA സംവിധാനം വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞ 2008 ഫെബ്രുവരി 1 പോസിറ്റീവ് പേ സിസ്റ്റം 2021 ജാനുവരി 1 എന്നോർക്കുക. RBI has approved a plan to rate the bank on the basis of CAMELS as per the recommendation of. അതായത് CAMELS എന്ന് പറയുന്ന റേറ്റിംഗ് സംവിധാനത്തിലൂടെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളെ റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി RBI ഇങ്ങനെ ഒരു സംവിധാനം അപ്രൂവ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ CAMELS റേറ്റിംഗ് എന്ന് പറയുന്ന റേറ്റിംഗ് സംവിധാനം RBI അപ്രൂവ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ്? ക്യാപിറ്റൽ അഡിക്വസി, അസറ്റ് ക്വാളിറ്റി, മാനേജ്മെന്റ് സ്റ്റെബിലിറ്റി, ഏർണിങ്സ്, ലിക്വിഡിറ്റി, സെൻസിറ്റിവിറ്റി, ഇതാണ് CAMELS അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു റേറ്റിംഗ് സംവിധാനം RBI അപ്രൂവ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻ ആണ്? നരസിംഹം കമ്മിറ്റിയാണോ, പത്മനാഭൻ കമ്മിറ്റിയാണോ, ശ്രീറാം കമ്മിറ്റിയാണോ? നൺ ഓഫ് ദീസ്. ആരുടെ റെക്കമെൻഡേഷൻ ആണ്? പത്മനാഭൻ കമ്മിറ്റി. ആരാണ്? പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് ഫലമായിട്ടാണ് CAMELS റേറ്റിംഗിനെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. Then നാഷണൽ റൂറൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ അഡോപ്റ്റഡ് CAMELS റേറ്റിംഗ് സിസ്റ്റം ഇൻ ഡാഷ്. അതായത് NCUA എന്ന് നമ്മൾ പറയും, നാഷണൽ റൂറൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് എന്നും പറയുന്നത് കാണുന്നുണ്ട്. നോർമൽ നമ്മൾ പറയുന്ന നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്, NCUA. എന്നു മുതലാണ് CAMELS റേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ അഡോപ്റ്റ് ചെയ്തത്? 1986, 87, 89, 1990. എന്നു മുതലാണ്? 1987. അപ്പൊ NCUA, നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ, CAMELS റേറ്റിംഗിനെ അഡോപ്റ്റ് ചെയ്ത വർഷം 1987. ക്ലിയർ ആയല്ലോ? ആ CAMELS റേറ്റിംഗിനെ RBI അപ്രൂവ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷന്റെ ഫലമാണെന്ന് ചോദിച്ചാൽ പത്മനാഭൻ കമ്മിറ്റി. Then which statement is correct? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? സ്വിഫ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അതാണ് സ്വിഫ്റ്റ്. നമ്മൾ പഠിച്ചതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. 1973 വന്നു ഇല്ലേ? ബെൽജിയം ബ്രസൽസ് ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ബെൽജിയം ലോ വെച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ സ്വിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ ഈ 3 കാര്യങ്ങൾ, 3 സ്റ്റേറ്റ്മെന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റ്, India is a member in on cooperative created by Indian community together with SWIFT. അതായത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ്. അതിലൂടെ അല്ലെങ്കിൽ ആ സർവീസസിലൂടെയാണ് നമ്മുടെ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മെമ്പർ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ്, ഇന്ത്യയുടെ മെമ്പർ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്നാണ്. The SWIFT is a member in on cooperative that provide safe and secure financial transactions for its member. അതായത് സ്വിഫ്റ്റിലൂടെ, സ്വിഫ്റ്റ് എന്ന് പറയുന്ന അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള, സ്വിഫ്റ്റിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള
അംഗങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ച് മെമ്പേഴ്സ് ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് അവരിലെ മെമ്പേഴ്സിന് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടുമുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഹെഡ് ക്വാർട്ടർ ഓഫ് സ്വിഫ്റ്റ്, സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബെൽജിയം ആണ്. ബ്രസൽസിലെ ബെൽജിയം എന്ന് പറഞ്ഞു. അതിന്റെ എക്സാക്ട് പ്ലേസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ലാ ഹൂപ്പെ. ബെൽജിയത്തിലെ ലാ ഹൂപ്പെ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വിഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരെണ്ണം മാത്രമാണോ കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ കറക്റ്റ്? ഇനി ഫസ്റ്റും തേർഡും മാത്രമാണോ കറക്റ്റ്? അല്ലെങ്കിൽ തേർഡ് മാത്രമാണോ കറക്റ്റ്? ഇനി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? നോക്കിയേ, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആരും മെമ്പറാണ്? നമ്മുടെ ഇന്ത്യയും മെമ്പറാണ്. ഇനി സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിലെ അംഗങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുമുള്ളത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ലാ ഹൂപ്പെ. എന്താ ഈ പറഞ്ഞത് കാര്യങ്ങളെല്ലാം എന്താ ശരിയാ ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? സ്വിഫ്റ്റിൽ മെമ്പർ ആവണമെങ്കിൽ, സ്വിഫ്റ്റ് വഴി ഒരു സെക്യൂർ സേഫ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ലഭിക്കണമെങ്കിൽ നമ്മളും അവിടെ എന്തായിരിക്കണം? മെമ്പർ ആയിരിക്കണം ഇല്ലേ? മെമ്പർഷിപ്പിന് വേണ്ടി നമ്മൾ ഒരു അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി. മാസാമാസം നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷന് വേണ്ടി ഒരു കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ അവരെ ഷെയറുകളൊന്നും എടുക്കണ്ട. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കറക്റ്റ് ആണ്. 15, the last question. The primary object of a cashless economy, അതായത് ക്യാഷ്ലെസ് എക്കണോമിയുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്? പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുക. റെഡ്യൂസ് ബ്ലാക്ക് മണി സർക്കുലേഷൻ, മോശം കറൻസിയുടെ സർക്കുലേഷനെ പ്രിവെന്റ് ചെയ്യുക. സെക്യൂർ കൺവീനിയന്റ് ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻസ്, ഏറ്റവും കൺവീനിയന്റ് ആയിട്ടും സുരക്ഷിതമായിട്ടുമുള്ളത് ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓൾ ഓഫ് ദീസ്, ഇതൊക്കെ തന്നെയല്ലേ ക്യാഷ്ലെസ് എക്കണോമിയുടെ ഭാഗം ഇല്ലേ? നമ്മൾ പറഞ്ഞതാണ് ഇല്ലേ? കറപ്ഷൻസ് ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ അതിൽ പറഞ്ഞു ഇല്ലേ? അഴിമതി മാറ്റിക്കളയുക ഇല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു ക്യാഷ്ലെസ് എക്കണോമിയാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് നടപ്പിലാക്കുകയല്ല, നിലവിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുക ഇല്ലേ? ബ്ലാക്ക് മണി സർക്കുലേഷനെ പ്രിവെന്റ് ചെയ്യുക. ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതും സെക്യൂർ ആയിട്ടുമുള്ളതുമായ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം എന്തിന്റെ ഒബ്ജക്റ്റ് ആണ്? ക്യാഷ്ലെസ് എക്കണോമിയുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡി ആണ് ഇതിന്റെ ആൻസർ. അതായത് ഇതെല്ലാം എന്തിന്റെയാണ്? ക്യാഷ്ലെസ് എക്കണോമിയുടെ പ്രൈമറി ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട്, ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചോദിക്കാനില്ല. ഇവിടെ നമ്മൾ ആ വർഷങ്ങളൊന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഇയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ ആ ഫണ്ട് ട്രാൻസ്ഫർ ടെക്നോളജിയുടെ മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ആ CTSന്റെ കാര്യം പറഞ്ഞു, പോസിറ്റീവ് പേസസ്. ആ പോസിറ്റീവ് പേസസ് ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. കാരണം റീസെന്റ് ആയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. January 1, 2021 ചെക്ക് ട്രങ്കേറ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത് 2008 February 1. RTGS എന്ന് പറഞ്ഞ റിയൽ ടൈം സംവിധാനമാണ്. NEFT എന്ന് പറയുന്ന ഒരു ഡെഫേർഡ് നെറ്റ് സംവിധാനമാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നോക്കുക, ആ 9ാമത്തെ മോഡ്യൂളിൽ ടെക്നിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ചാപ്റ്റർ വൃത്തിയായി പഠിച്ചതിന് ശേഷം ഇതൊന്ന് സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.